മലയാളത്തിൽ പ്രശസ്തമായൊരു പ്രണയകഥയുണ്ട്. അത് പറയുന്നത് ശ്രീമാൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. തന്റെ മതിലുകൾ എന്ന കുഞ്ഞു നോവലിലൂടെ. ആത്മകഥാപരമായി ഈ നോവൽ രാഷ്ട്രീയ തടവുകാരനായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആകസ്മികമായി വന്നു ചേർന്ന പ്രണയവും അതിന്റെ പരിസമാപ്തിയുമാണ് പറയുന്നത്. കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പ്രണയിക്കുന്നവർ പരസ്പരം കാണുന്നതേയില്ല. അവർക്കിടയിൽ മൂന്നാമനായി ജയിലിന്റെ വൻമതിൽ അങ്ങനെ നിൽക്കുന്നു. നാരായണി എന്ന തടവുകാരിയുമായാണ് എഴുത്തുകാരൻ പ്രണയത്തിലാകുന്നത്. നമ്മുടെ കഥാനായകനായ ബഷീർ ഇതിലെ നായിക നാരായണിയെ ഒരിക്കലും കണ്ടുമുട്ടുന്നില്ലെങ്കിലും അവരുമായി അഗാധ പ്രണയത്തിലാവുകയാണ്. രണ്ടുപേരും പരസ്പരം വേർതിരിക്കപ്പെട്ട ജയിലുകളിലാണ് കഴിയുന്നതെങ്കിലും അവരുടെ പ്രേമത്തിന്റെ തീവ്രതയ്ക്ക് അതൊരു ഭംഗവും വരുത്തുന്നില്ല. രാഷ്ട്രീയ തടവുകാരനായി ജയിലിലെത്തുന്ന ബഷീർ ജയിലിലെ മറ്റു തടവുകാരെയും ചെറുപ്പക്കാരനായ ജയിൽ വാർഡനെയും കൂട്ടുകാരാക്കുന്നു. റോസാപ്പൂന്തോട്ടം ഉണ്ടാക്കിയും കായവറുത്തതും മറ്റും കഴിച്ചും കട്ടൻ കുടിച്ചും തന്റെ ജയിൽ ദിനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകവേ ഒരു ദിവസം മതിലിനപ്പുറത്തെ സ്ത്രീ തടവുകാരുടെ ജയിലിൽ നിന്നും ബഷീർ നാരായണി എന്നൊരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നു. തുടർന്ന് ഇരുവരും പരിചയത്തിലാവുകയും ഇടയ്ക്കിടെ സംഭാഷണത്തിൽ ഏർപ്പെടുകയും അത് പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു. പരസ്പരം കാണാതെ തന്നെ ഇരുവരും സമ്മാനങ്ങൾ കൈമാറുന്നു. മുകളിലേക്ക് എറിയുന്ന ചുള്ളിക്കമ്പായിരുന്നു അവരുടെ പ്രണയത്തിന്റെ അടയാളം. ഒരിക്കൽ നാരായണി പരസ്പരം കണ്ടുമുട്ടാനുള്ള വഴി ചിന്തിച്ചുണ്ടാക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരേ ദിവസം തന്നെ ജയിലിനോടനുബന്ധിച്ചുള്ള ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടാം എന്നതായിരുന്നു നാരായണിയുടെ പദ്ധതി. ആ ദിവസത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്ന ബഷീറിനെ മറ്റൊരു വാർത്ത തേടിയെത്തുന്നു. നാരായണിയുമായി കണ്ടുമുട്ടാൻ തീരുമാനിച്ചിരുന്ന ദിവസത്തിന് മുൻപേ തന്നെ ജയിൽ മോചിതനാകുമെന്ന്. അത്രയും നാൾ കുതിച്ചിരുന്ന സ്വാതന്ത്ര്യം തനിക്ക് വേണ്ട എന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങുന്നു. കയ്യിൽ ഒരു ചുവന്ന റോസാപ്പൂവുമായി ജയിലിനു മുൻപിൽ സ്തംഭിച്ചു നിൽക്കുന്ന ബഷീറിനെ ആ ഹൃദയം തകർന്ന കാമുകനെ കാണിച്ചുകൊണ്ട് കഥ അവസാനിക്കുന്നു. വായനയ്ക്കൊടുവിൽ നമ്മളും നിരാശരായി കഥാനായകനൊപ്പം നിന്നു പോവുകയാണ്. നാരായണിയെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വായനക്കാരും അത് ആഗ്രഹിച്ചതാണ്. പാവം നാരായണി. ബഷീറിനെ കാണുവാൻ അവളും എത്ര മോഹിച്ചതാണ്. അങ്ങനെ ആ സുന്ദരമായ പ്രണയം സഫലമാകാതെ ദുഃഖത്തിൽ അവസാനിക്കുന്നു. ശബ്ദം കൊണ്ട് പ്രണയിക്കുന്നതിന്റെ മനോഹാരിതയാണ് ഈ നോവലിലുള്ളത്. കഥ പറച്ചിൽ ബഷീറിന്റെ ശൈലിയിലാകുമ്പോൾ അതിന്റെ എടുപ്പും ഭംഗിയും ഉയരുമെന്ന് പറയേണ്ടതില്ലല്ലോ. 1989 അടൂർ ഗോപാലകൃഷ്ണൻ ഈ നോവൽ സിനിമയാക്കി. മമ്മൂട്ടിയാണ് ബഷീറായി അഭിനയിച്ചത്. നാരായണിക്ക് ശബ്ദം കൊടുത്തത് KPS ലളിതയും. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് ഈ ചിത്രം നേടിക്കൊടുത്തു. സിനിമ കണ്ടതിനു ശേഷം നോവൽ വായിക്കുമ്പോൾ ബഷീറിന്റെ സംഭാഷണങ്ങളിൽ മമ്മൂട്ടിയും നാരായണിയുടെ സംഭാഷണങ്ങളിൽ KPS ലളിതയും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. നിങ്ങൾ ഇതുവരെയും ഈ നോവൽ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വായിക്കാൻ ശ്രമിക്കുക. മനോഹരമായൊരു കുഞ്ഞു പ്രണയകഥയാണിത്. പുസ്തകം വായിച്ചിട്ടുള്ളവരാണെങ്കിൽ പുസ്തകത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുക.